സൊല്യൂഷൻ. നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മറുപടി കൂടി പ്രതിപക്ഷ നേതാവ് നൽകുന്നതാണ്. സർ, എന്റെ പേര് ഹംസ ഏരികുന്നൻ. സർ, ഞാനൊരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിന്റെ ഉടമ സർ. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി സർ. സർ അല്ല സർ, ഞങ്ങൾ സാറിന് അറിയാലോ. അല്ലല്ല, ഞങ്ങളിത് ഇന്നലെ ഇത് നിങ്ങളുടെ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഇത് കോഴിക്കോട് അവതരിപ്പിച്ചു. ഇതുപോലെ തന്നെ മനോഹരമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു. അപ്പൊ അതല്ല, ഞങ്ങൾ ഏറ്റവും സീരിയസ് ആയിട്ടിരിക്കുന്ന വിഷയം അതാണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചർച്ച ചെയ്ത് ഞങ്ങൾ കൂടി ഇത്രയും തകർന്നൊരു ഇൻഡസ്ട്രി വേറെ കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ. അത് ഞങ്ങളുടെ 34,000 വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബൈഹാർട്ട് 2010 ഇപ്പൊ 8,000 താഴെ. ഇപ്പൊ പഴയ ലോങ് ട്രിപ്പ് വണ്ടികളും ഇത് പ്ലീസ് പഴയ ലോങ് ട്രിപ്പ് വണ്ടികളൊക്കെ കട്ടപ്പുറത്താണ് കംപ്ലീറ്റ് ആക്കി. 240 ബസ് കട്ടപ്പുറത്താണ്. മാത്രമല്ല ഇപ്പൊ ബസ് മുതലാളിയില്ല. ആരെങ്കിലും ഒരാൾ ചെക്കറായിട്ടോ ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ അച്ഛനും മകനും ഒക്കെ പോകേണ്ട സ്ഥിതിയിലേക്കാണ്. ഭയങ്കര വളരെ താഴേക്ക് പോകണമെങ്കിൽ ക്യാമറ വെപ്പിക്കുന്നു, പിന്നെ ക്യാമറ മാറ്റി പുതിയ കമ്പനിയുടെ ക്യാമറ എടുക്കാൻ വേണ്ടി പുതിയ ക്യാമറ വയ്ക്കുന്നു, തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. പിന്നെ നാഷണലൈസ് ചെയ്യുന്നു, റൂട്ടല്ല. ഞങ്ങൾ തരവാണ്. സാർ അതെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ സാറിന്റെ തൊള്ളിൽ തന്നെ വന്നു നിങ്ങൾ ബസ് മുതലാളി അദാനിനെയും അതുപോലെ തന്നെ അംബാനി വരെ മുതലാളി എന്ന് വിളിക്കില്ല. ഞങ്ങളെ ബസ്സാരെ ബസ് മുതലാളി എന്ന് വിളിക്കണം. സാർ ഞങ്ങൾക്ക് 8,000 ബസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പോയില്ലോ. സാർ ഞങ്ങള് 6,000 ഉടമകളാണ് സാർ, 6,000 കുടുംബങ്ങളാണ്. എന്താ വെച്ചാൽ അര ബസ് ഒരു ബസ്സൊക്കെ ഉള്ളവരാ. അതിന് സാർ ഞങ്ങളെ ഈ ഒറ്റ ബസ്സായിട്ട് കാണുന്നോണ്ടുള്ള ബുദ്ധിമുട്ടാണ് സാറേ. 4,000 കോടി ഉറുപ്പിയാണ് സാർ ഞങ്ങൾ ഈ കേരളത്തിൽ വ്യവസായത്തിന് വേണ്ടി മുടക്കിയിട്ടുള്ളത്. ഈ 4,000 കോടി ഉറുപ്പ്യ മുടക്കിയ ഈ ബസ്സിൽ നിന്ന് ഞങ്ങള് ഏകദേശം ബസ് തൊഴിലാളികൾക്ക് മാത്രം 35,000 ആൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്നുണ്ട് സാർ. 1,00,000 ആളുകൾക്ക് ഞങ്ങൾ പരോക്ഷമായി തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇലക്ഷൻ വരികയാണല്ലോ വിചാരിച്ചിട്ട് ഞങ്ങള് ഈ മന്ത്രിമാരടുത്തപ്പോ 2 മാസമായിട്ട് ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് നിന്ന് യാത്ര നടത്തിമാര് മഞ്ചേരി തിരുവനന്തപുരം 5-6 യാത്ര നടത്തി. ഈ അമീർ സാഹിബും ഈ ഉബൈ സാഹിബും ഒക്കെ എന്നോട് തിരുവനന്തപുരത്ത് ചോദിക്കണതാ എന്താ ഇവിടുന്ന് പോയല്ലേ സങ്കടമാണ് സാർ. അപ്പൊ ഈ മന്ത്രിമാർക്കൊക്കെ നിവേദനം കൊടുത്തു. അവരൊക്കെ ഞങ്ങളോട് പറയണത് എന്താ അറിയോ, നിങ്ങൾ മുഖ്യമന്ത്രിനെ കാണിയും. ഏതായാലും മുഖ്യമന്ത്രിനെ കാണാൻ പോയപ്പോ അതായത് 4 ദിവസം അവിടെ താമസിച്ചിട്ടാണ് കണ്ടിട്ട് കൊടുത്തു. എന്ത് മറുപടിയാ പറയാന്നുള്ള ഇന്നെക്കാട്ടും നിങ്ങൾക്ക് അറിയാലോ. ഈ മന്ത്രിമാര് ഞങ്ങളോട് മുഖ്യമന്ത്രിനെ കാണാൻ പറഞ്ഞാലോ. അതേമാതിരി സാറിന്റെ വീട്ടിലും നിയമസഭയിൽ 2-ാം തീയതി വന്നിട്ട് ഞങ്ങൾ നിവേദനം തന്നു. CP ജോൺ സാറിന്റെ അടുത്ത് പോയി. അതേപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിന്റെ അടുത്ത് 2 ദിവസം പോയി. നിയമസഭയിൽ നിന്നും പോയി കണ്ടു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സാറ് പഠിച്ചു കുറെ, പക്ഷെ ഈ പെർമിറ്റിന്റെ കാര്യത്തിൽ ഞങ്ങളെ ആളുകളെ ജില്ലാ കമ്മിറ്റികൾ നിവേദനം തരുമ്പോ സാറ് മറുപടി തരുമ്പോ ഞങ്ങള് കഴിഞ്ഞ ജനുവരി 15-ാം തീയതി സാറിന് തന്ന നിവേദനം സാറ് അത് പരിഗണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് 100% ബോധ്യ. സാർ ഈ പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയോ? ഞങ്ങൾ വേറൊരു കാര്യം കൂടി പറയണം. 650 കോടി രൂപ ടാക്സ് കൊടുത്തിരുന്നു. അതല്ലേ 650 കോടി റുപ്യ. അതായത് ഇപ്പൊ ഞങ്ങള് 650 കോടി രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്. പറയാൻ വരുന്നുള്ളൂ. കാരണം ഞങ്ങളെ പെർമിറ്റ് കുടിച്ചിരിക്കുന്ന ആർക്കും വേണ്ടി അറിയോ? അല്ല, മനസ്സിലാക്കണം. ഞങ്ങളെ എനിക്ക് 2ന്റെ സമയം തന്നെ എനിക്ക് 65 വയസ്സായി ഒന്നും പറയാനില്ല. ഞാൻ വേറെ എവിടേക്ക് വിറ്റിട്ട് പോണ്. വേറെ ഒരു തൊഴിൽ എനിക്ക് കഴിഞ്ഞോ? അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ? അതുണ്ടെങ്കിൽ ഞാൻ ഈ പേർപ്പാട് നിൽക്കും സാറേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളെ നിലനിർത്തി തരണം. ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളെ പെർമിറ്റിന്റെ കാര്യം സാർ അറിയോ? ഞങ്ങളെ പെർമിറ്റ് പിടിച്ചെടുത്തിട്ട് ആർക്കാ കൊടുക്കുന്നറിയോ? സാർ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ബാലഗോപാല് സാറ് പ്രസംഗിച്ചത് എന്താ? ഈ 5 കൊല്ലം കൊണ്ട് KSRTCക്ക് 8,525 കോടി കൊടുത്തു. 5 കൊല്ലം കൊണ്ട് KSRTCക്ക് 8,525 കോടി രൂപ KSRTC കൊടുത്തു. അതായത് അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു KSRTC ബസ് ഒരു ദിവസം നടത്തുന്നതിന് 12,000 രൂപ നഷ്ട. ഞങ്ങള് ഒരു ദിവസം ഒരു ബസ്സിന് 3,000 രൂപ ഗവൺമെന്റിക്ക് വിവിധ ടാക്സ് കൊടുക്കണം. ഞങ്ങളെ പെർമിറ്റ് എടുത്തിട്ട് ഈ KSRTCക്ക് 12,000 രൂപ നഷ്ടം തന്നെ KSRTCക്ക് കൊടുക്കുക. ഞങ്ങളെ പെർമിറ്റ് അവർക്ക് കിട്ടിയിട്ടില്ലാവണ്ടോ? സർ, കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് 5,002 കോടിയാ കൊടുത്ത് 5 കൊല്ലം കൊണ്ട്. ഇപ്പൊ ഞങ്ങളെ പെർമിറ്റ് ഏറ്റെടുത്ത അവർക്ക് ലാഭണ്ടാണ്ട് കൊടുക്കണേ കുറയണ്ടേ? ഇപ്പൊ കൂടി 8,225. അപ്പൊ ഈ പെർമിറ്റിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് സാറെ പറയാനുള്ളത്, ഞങ്ങൾ KSRTC കുറെ കേസ് കൂടിയതാ.
പക്ഷെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജനകീയനായ ഉമ്മൻചാണ്ടി 2015 ഞങ്ങൾക്കൊരു ജിയോ ഇറക്കി തന്നു. ആ ജിയോയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ നിലവിലുള്ളവരെ 2009 മുമ്പുള്ള മുഴുവൻ പെർമിറ്റും നിലനിർത്തി തരാമെന്നാണ് സാറ് പറഞ്ഞിരുന്നത്. ആ ജിയോ സാറിന് ഇപ്പൊ തരുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട ജനകീയന ഉമ്മൻചാണ്ടി ബസ് ഉടമകളെയും തൊഴിലാളികളെയും പ്രയാസം അറിഞ്ഞിട്ട് ചെയ്തതാ. പക്ഷെ ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഞങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുക സാർ. ആ ഉമ്മൻചാണ്ടിന്റെ അത് റദ്ദാക്കിക്കൊണ്ട് 2023 ഞങ്ങളെ പെർമിറ്റ് പിടിച്ചെടുക്കാന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ആ നോട്ടിഫിക്കേഷനാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. അത് ഉമ്മൻചാണ്ടി ഇറക്കിയ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആക്കിക്കൊണ്ട് ആ ഇറക്കിയ സാറൊക്കെ ഒന്ന് പഠിക്കണം. അതേപോലെ ഈ ഗണേഷ് കുമാർ വരുന്നതിന് മുമ്പ് ആന്റണി രാജു ഞങ്ങളോട് 3 ക്യാമറ വെക്കാൻ പറഞ്ഞു. ഈ 60 ഞങ്ങളോട് കണ്ട് കാലിയാളെ ഇറക്കുമ്പോ വെള്ളം കൊടുക്കല്. അതേമാതിരി വെള്ളം തന്നില്ല. വെള്ളക്കോപ്പ് കാട്ടി തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിത് വാങ്ങി ബില്ല് ആക്ഷേപിച്ച് കൊടുക്കി 5000 രൂപ തരും. പക്ഷെ ഞങ്ങൾക്ക് 5000 തന്നില്ല, വേണ്ട. പക്ഷെ ഇപ്പൊ ഗണേഷ് കുമാർ വന്നപ്പോ എന്താ പറയണറിയോ? അതൊക്കെ അയച്ചു മാറ്റി നിങ്ങള് പുതിയ കമ്പനിന്റെ വെക്കാന്. അതേമാതിരി ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് സാറേ. അതേമാതിരി ഞങ്ങളുടെ ബസ്സില് തൊഴിലാളികൾ മലയാളികൾ മാത്രം അവർക്ക് ജോലി ചെയ്യണം. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ ബംഗാളിൽ നിന്ന് വരുന്നേ ക്രിമിനൽ കേസിലെ പ്രതികൾ ഇവിടെ ഒളിവിൽ താമസിക്കുന്ന അവർക്ക് വേണ്ട. മലയാളികൾ ഈ ബസ് തൊഴിലാളികൾക്ക് വേണം. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് സമയമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് സാറേ ഞങ്ങൾ ഒരു നയം കൂടി പറയാം. ഞങ്ങൾ ആരാണോ സഹായിക്കുന്നത്, അത് LDF ആയാലും വേണ്ടില്ല, UDF ആയാലും വേണ്ടില്ല, ഞങ്ങളെ ഏത് മുന്നണി സഹായിച്ചാലും ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് പല നേതാക്കന്മാരും ഞങ്ങളിലുണ്ട്. ശരി. കാര്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിലനിർത്താൻ ചെയ്യണം സാറേ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടെ കൈയായിരുന്നു. വോട്ടിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പൊ ഇത്ര നാള് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഇവരാരും ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളിത് വളരെ ഗൗരവത്തോടു കൂടി, കാരണം ഒരു ഇൻഡസ്ട്രി നശിച്ചു പോരുത്, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും. കാരണം ഒരു ഇൻഡസ്ട്രി നശിച്ചുപോയ എന്റെ ആദ്യത്തെ നഷ്ടം സർക്കാരിനാണ്. ഒരിക്കലും നശിച്ചു പാടില്ല. പിന്നെ കുറെ പേര് തൊഴിലില്ലാതാവും, കുറെ പേര് ഇതില്ലാതാവും. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി അത് ഞങ്ങള് മുൻഗണന കൊടുത്ത് ചെയ്യുന്ന വിഷയമാണ്. പോസിറ്റീവായിട്ടാണ് ഉണ്ടാവും, കൃത്യമായ പോളിസി ഉണ്ടാവും. അതില് പ്രൈവറ്റ് സർവീസിനെ ഒഴിവാക്കിക്കൊണ്ടല്ല, മനസ്സിലായില്ലേ? കുറെ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും പ്രോജക്ട് ചെയ്യാം.